ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബെല്ലിൻ്റെ സ്വിച്ച്, അതായത് വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന ബെൽ സ്വിച്ചിൻ്റെ കണക്ഷൻസും അത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന സാധാ ബെൽ ബുഷ് അല്ല, ഓൾറെഡി കുറച്ചുകൂടി വലിപ്പമുള്ള ടൈപ്പാണ്. 2 മോഡുകൾ വരുന്ന ഫ്രണ്ടിലെ ബെൽ സ്വിച്ച് 2 മോഡുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 2 വേ സ്വിച്ചും കൊടുത്തിരിക്കുന്നത് 2 മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 മോഡുകൾ തന്നെ കൊടുക്കണം നിർബന്ധമില്ല, കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു 4 മോഡുകളുടെ ബോക്സ്, അതായത് 4 മോഡുകളുടെ ബോക്സ് വെച്ചതിന് ശേഷം അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും 4 മോഡുകൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി 2 വേ സ്വിച്ചും 2 മോഡുകളാണ്, ബെല്ലിൻ്റെ സ്വിച്ചും 2 മോഡുകളാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 വേ കണക്ഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും അകത്ത് നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു ട്യൂബോ ഏതെങ്കിലും ഒന്ന് 2 വേ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വേ നമ്മൾ വെക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പുറത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 വേ സ്വിച്ച് കൊടുക്കുന്നത്. 2 വേ സ്വിച്ചിന് നമ്മൾ കൊടുക്കുന്നത് ഇൻവെർട്ടർ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസ് നേരെ സെൻറ്ററിലേക്കാണ് കൊടുക്കുന്നത്. 2 വേയുടെ 2 വയറുകൾ കൊടുത്തു. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മൾ ഇൻവെർട്ടർ ഫേസ് ആണ് കൊടുത്തത്. ഇൻവെർട്ടർ ഫേസ് തന്നെ സെയിം തന്നെ നമ്മുടെ ബെല്ലിനും വേണ്ടി കൊടുത്തു. ബെല്ലിൻ്റെ കൊടുത്തതിന് ശേഷം ബെല്ലിൽ വരുന്ന ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ബെല്ലിലേക്ക് പോകുന്ന ലീഡാണ് ഈ കാണുന്ന മഞ്ഞ വയർ. അതൊരു 1 വേ സ്വിച്ച് ആയിട്ടാണ് ബെല്ലിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഞെക്കി, അതായത് ഓൺ സ്വിച്ച് അമർത്തി കഴിഞ്ഞ് വിടുന്ന സമയത്ത് കോണ്ടാക്ട്സ് വഴി ആ ഇൻവെർട്ടർ ഫേസ് നേരെ അതിലേക്ക് പോകുന്നു. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റാണ് കൊടുക്കുന്നത്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അത് കൊടുക്കാൻ വേണ്ടി നേരെ ഇൻവെർട്ടർ ഫേസിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബെല്ല് സ്വിച്ച് അമർത്തുന്ന സമയത്തല്ല, ഓൾറെഡി ഇൻവെർട്ടർ ഫേസിലേക്ക് തന്നെ ഡയറക്റ്റ് കൊടുത്തു തരണം. കാരണം ഫ്രണ്ടിൽ എപ്പോഴും ലൈറ്റ് നമ്മൾ കാണുന്നില്ലേ, അതെപ്പോഴും തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇൻവെർട്ടർ ഫേസിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രാണ് വേണ്ടത്. ന്യൂട്രൽ നമ്മൾ സെപ്പറേറ്റ് വലിച്ചിട്ടുണ്ട്, ആ ന്യൂട്രും സെപ്പറേറ്റ് കൊടുക്കുന്നു. 2 വേ സ്വിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ സിമ്പിളായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് അകത്തുനിന്ന് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പൂട്ടിയിട്ട് പോകുന്ന സമയത്ത് നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഇടണമെങ്കിൽ വീടിൻ്റെ അകത്ത് നമുക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 വേ സ്വിച്ച് വെക്കുകയാണെങ്കിൽ, ഓൾറെഡി നമ്മൾ ബില്ലിനോട് ചേർന്ന് ഒരു 2 വേ സ്വിച്ച് കൂടി വെക്കുകയാണെങ്കിൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വാതിലെല്ലാം അടച്ചതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് ആ 2 വേ സ്വിച്ച് വഴി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 വേ സ്വിച്ചും ആ ബെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 2 വേ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നത്. അത് മാക്സിമം നമ്മൾ ഇൻവെർട്ടറിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. കാരണം കറണ്ട് പോയാലും നമുക്ക് ആ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടർ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് വീടിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മോഡുകളുടെ നമുക്ക് 2 വേ സ്വിച്ച് വെക്കാം. 2 മോഡുകളിൽ തന്നെ ഒരു 2 വേ, 1 മോഡുലിൻ്റെ 2 വേ, 1 മോഡുലിൻ്റെ തന്നെ ഒരു ബെൽ സ്വിച്ചും വെക്കാം. കുറച്ചുകൂടി നീറ്റ് കാണാൻ ഭംഗിയുള്ളത് ഒരു 4 മോഡുകൾ വയ്ക്കുകയാണെങ്കിൽ വലിയൊരു ബോർഡായിരിക്കും. അത് പെട്ടെന്ന് നമുക്ക് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 4 മോഡുകൾ തന്നെ വയ്ക്കുകയാണെങ്കിൽ വീടിന് നല്ല മാച്ചായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പല ടൈപ്പ് മോഡലുകൾ തന്നെ, ബ്ലാക്ക് ടൈപ്പ്, സിൽവർ ടൈപ്പ്, അതുപോലെ തന്നെ ഗോൾഡൻ ടൈപ്പ്, പല ടൈപ്പ് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏത് മോഡ് വേണമെങ്കിലും വെക്കാൻ നമുക്ക് ഈ 4 മോഡുകൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.